നമസ്കാരം. വാർത്താ സന്ധ്യ ആരംഭിക്കുമ്പോൾ ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് +1 സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. സർക്കാർ സ്കൂളുകളിൽ 30%, എയ്ഡഡ് മേഖലയിൽ 20% വർധനവ്. മാർജിനൽ സീറ്റ് വർധനയ്ക്കും മന്ത്രിസഭാ അനുമതി. 81 താൽക്കാലിക ബാച്ചുകൾ തുടരും. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ KM ഷാജിക്ക് ആശ്വാസം. വിജിലൻസ് അന്വേഷണം 3 മാസത്തേക്ക് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. ഉത്തരവ് FIR റദ്ദാക്കണമെന്ന ഹർജിയിൽ. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ബഹിഷ്കരിക്കുമെന്ന പ്രതിപക്ഷ പാർട്ടികൾ. ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന 19 പ്രതിപക്ഷ പാർട്ടികളുടെ സംയുക്ത പ്രസ്താവന. പ്രതിഷേധം രാഷ്ട്രപതിയെ ക്ഷണിക്കാത്തതിൽ. പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുമെന്ന് അമിത്ഷാ. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ നറുക്കെടുത്തു. 12 കോടിയുടെ ഒന്നാം സമ്മാനം VE 47, 55, 88 നമ്പർ ടിക്കറ്റിന്. സമ്മാനം അടിച്ചത് തിരൂരിൽ വിറ്റ ടിക്കറ്റിന്. ജൂൺ 7 മുതൽ പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരത്തിൽ ഉറച്ച സ്വകാര്യ ബസ് ഉടമകൾ. ഗതാഗത മന്ത്രിയുമായുള്ള ചർച്ച പരാജയം. അനാവശ്യ സമരമെന്ന ഗതാഗത മന്ത്രി ആന്റണി രാജു. പൊന്നമ്പലമേട്ടിലേക്കുള്ള പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഹൈക്കോടതി. ഔദ്യോഗിക ആവശ്യങ്ങൾക്കല്ലാതെ ആരും പൊന്നമ്പലമേട്ടിൽ പ്രവേശിക്കരുത്. പൂജ നടത്തിയതിൽ അന്വേഷണം നടത്താൻ പോലീസിന് നിർദ്ദേശം.